പ്രണയമാണോ അതോ ട്രോമ ബോണ്ടിംഗ് ആണോ? ഒരു ബന്ധത്തിൽ വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോവുകയും കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോഴേക്കും മാനസികമായി വളരെയധികം തകർന്നു പോവുകയും ചെയ്യാറുണ്ടോ? സ്നേഹവും സമാധാനവും സുരക്ഷിതത്വവും നൽകേണ്ട ബന്ധങ്ങൾ നമുക്ക് ആശങ്കയും വേദനയുമാണോ നൽകുന്നത്? എന്നാൽ അതിൽ നിന്നും ഒരിക്കൽ പോലും അകന്നു പോകാനോ മാറി നിൽക്കാനോ കഴിയാത്ത വിധമുള്ള ഒരു കുരുക്കുണ്ട്. അതാണ് ശരിക്കും ട്രോമ ബോണ്ടിംഗ് എന്ന് പറയുന്നത്. ഈ ട്രോമ ബോണ്ടിംഗ് സംഭവിക്കുന്നത് പലപ്പോഴും ഒരു ബന്ധത്തിൽ അതിതീവ്രമായിട്ടുള്ള ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോഴാണ്. അത്തരം ബന്ധത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും അകലാനും കഴിയില്ല. ഒരു തരത്തിൽ ഇതൊരു ഇമോഷണൽ സ്ലേവറി തന്നെയാണ്. നിങ്ങളൊരു ട്രോമ ബോണ്ടിങ്ങിലാണോ ഉള്ളതെന്ന് പരിശോധിക്കാനായിട്ട് ചില സിംറ്റംസ് ഇതാ. അവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾക്കൊരു കാരണവശാലും അകന്നു പോകാനായിട്ട് കഴിയുന്നില്ല. തുടർച്ചയായ തർക്കങ്ങൾ, വഴക്കുകൾ, പിന്നീട് മാപ്പുപറച്ചിലുകൾ. ഒറ്റയ്ക്കാവുന്നതിനേക്കാളും നല്ലതാണ് ഇത്തരക്കാരുടെ കൂടെയുള്ള ജീവിതം എന്ന ചിന്ത നമ്മളെ അലട്ടുകയാണ്. അതായത് ഇവര് നമ്മളെ വിട്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്ന ചിന്ത. അവർ അകന്നുപോയാൽ വല്ലാത്ത മാനസിക പ്രയാസം അനുഭവിക്കുകയും അവരാണ് തെറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മളായിരിക്കാം മാപ്പ് ചോദിക്കുന്നത് പലപ്പോഴും. ഇത് സംഭവിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ സാധിക്കും നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. വേദനയും സ്നേഹവും മിക്സ് ചെയ്ത ഒരു അന്തരീക്ഷത്തിൽ വളർന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെയിൻ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇമോഷണൽ ഫ്ലക്ച്വേഷൻസിനോടാണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹമുള്ള ഇടങ്ങളിൽ വഴക്ക് കൂടിയേ തീരൂ എന്ന ചിന്തയാണ്. ചിലരുടെയെങ്കിലും അലിഖിത നിയമമാണ് സ്നേഹമുണ്ടാകണമെങ്കിൽ വഴക്കുണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഇത് പൂർണ്ണമായും തെറ്റായ ധാരണയാണെന്നുള്ളത് മനസ്സിലാക്കുക. വ്യത്യസ്തങ്ങളായ രണ്ട് ഇമോഷൻസ് കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാവുന്നത്. ഈ ഒരു സൈക്കിൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തുടരാതിരിക്കുക എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ വിട്ടുപോകണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതോടൊപ്പം നമ്മൾ അതിൽ പിരിയാനാവാത്ത വിധം കെട്ടപ്പെട്ട് കിടക്കുന്നു എന്ന തോന്നൽ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോ തെറാപ്പിസ്റ്റിനെ സമീപിക്കുകയും തെറാപ്പി വഴി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. ഓർക്കുക, സ്നേഹം ഒരിക്കലും ഭയത്തിന്റെയോ വേദനയുടെയോ മിശ്രിതമാകാൻ പാടില്ല. ഓൾവേസ് ചൂസ് എ ഹെൽത്തി ലവ്.